ധ്യാൻ ശ്രീനിവാസിനെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസും സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ഭയങ്കരമായിട്ടുള്ള പോസ്റ്റും കാര്യങ്ങളും കുറേയധികം എയറിൽ കയറിയിരിക്കുവാണ്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റായിട്ട് ധ്യാൻ ശ്രീനിവാസൻ ഒരു ഫംഗ്ഷൻ എന്തോ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് സംസാരിക്കുന്നതിനിടയിൽ തമിഴ് നടനും മുഖ്യമന്ത്രിയുമായിട്ടുള്ള വിജയ്ക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് ഒന്നെന്ന് പറഞ്ഞാൽ ഇത് കണക്ക് തൃശ്ശയും വിജയമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ കാര്യത്തിനെക്കുറിച്ച് ഒരു ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റായിട്ട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് നവ്യ നായരൊക്കെ ആ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് നവ്യ നായരുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിത് കണക്ക് CM ഒക്കെ ആകുമ്പോഴത്തേന് ഒരു സാരിയൊക്കെ കൊടുത്ത് വന്നിരുന്ന് കരയണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ട് നവ്യ നായരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഭയങ്കരമായിട്ട് ചർച്ചയാവുന്ന ഇത് കണക്ക് ആദ്യമേ അമ്മയിൽ ഭയങ്കരമായിട്ട് ഒരു പ്രസിഡൻ്റൊക്കെ ആയിട്ട് വേണം ഇതൊക്കെ ഈ ഒരു മന്ത്രിയാവാനൊക്കെ, അതിനു മുമ്പ് കുറച്ച് ചാരിറ്റിയൊക്കെ ചെയ്ത് ആൾക്കാരെ പറ്റിച്ചിട്ട് വേണം ഇത് കണക്കാവാൻ എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ചർച്ചയായേക്കുവാണ്. കാരണം ഇത് പറയുമ്പോഴത്തേന് വിജയ് ഇത് കണക്ക് പറ്റിച്ചിട്ടൊക്കെയാണ് ആയെന്ന്, അല്ലെങ്കിൽ ചാരിറ്റി ഒരു പറ്റിപ്പോലെ നടത്തിയെന്നുള്ള രീതിയിലൊക്കെ ആയിട്ടുണ്ട്. സോ ഇത് ഭയങ്കരമായിട്ട് തമിഴ്നാട്ടിലൊക്കെ മൊത്തത്തിൽ ഭയങ്കര ചർച്ച വിഷയമായേക്കുവാണ്. ഈ ഒരു ധ്യാനം ശ്രീനിവാസൻ മാപ്പ് പറയണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് കുറേ പോസ്റ്റും അതും വലിയ വലിയ ചാനൽസ് വരെ അത് എടുത്തു വെച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നല്ല രീതിയിൽ നെഗറ്റീവ് കമൻസൊക്കെയാണ് ഈ ധ്യാനം വന്നുകൊണ്ടിരിക്കുന്നത്.